ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് എപ്പോഴും ചേച്ചിയെ കാണണം. എനിക്ക് എപ്പോഴും ചേച്ചിയുടെ കൂടെ ഇരിക്കണം. എനിക്ക് എപ്പോഴും ചേച്ചി വാരി തന്നാ മതി. അങ്ങനെയാണെങ്കിലേ പ്രിയങ്ക രാധികയുടെ ഒപ്പം കണിമംഗലത്ത് പോയി നിൽക്കട്ടെ. അവളുടെ മരണവാർത്ത മാത്രമേ എന്നെ സന്തോഷിപ്പിക്കൂ. അതുമായിട്ട് നീ എന്നെ കാണാൻ വരാവൂ. ശരി അച്ഛാ, എല്ലാം ഞാൻ നോക്കിക്കോളാം. അതെ, സമയം കഴിഞ്ഞു. എന്നാ നീ വയ്ക്കോ. ശരി അച്ഛാ. അമ്മ എന്നെ കാത്തു നിൽക്കായിരുന്നോ? അതെ മോളെ. അച്ഛനെവിടെ? അകത്തുണ്ട്. മോള് വാ. അച്ഛാ, അച്ഛൻ എന്ത് പണിയായി കാണിക്കുന്നേ? പ്രിയങ്ക ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛനും വാശി പിടിച്ചിരിക്കുക. എത്ര നാളത്തേക്കാ ഇതിങ്ങനെ? വേറെ ഒന്നുമല്ല മോളെ, കഴിക്കണമെന്ന് വിചാരിച്ച് എന്നിരുന്നാലും മനസ്സ് വരില്ല. അപ്പൊ എഴുന്നേറ്റ് പോരും. രണ്ടുപേരും ഭക്ഷണം കഴിപ്പിക്കാനാ ഞാൻ വന്നേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓടി വരുന്നത് മോൾക്കൊരു ബുദ്ധിമുട്ടായില്ലേ? അച്ഛാ, എനിക്ക് എന്ത് ബുദ്ധിമുട്ട്? അച്ഛന്റെ അടുത്തേക്ക് വരുന്നത് എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. മോളെ, ഞാൻ ഭക്ഷണം എടുത്തോണ്ട് വരാം. മോള് പ്രിയങ്കയെ ചെന്ന് വിളിച്ചിട്ട് വാ. അച്ഛാ, ഞാൻ പ്രിയയെ വിളിച്ചിട്ട് വരാം. അവള് വന്നിട്ടുണ്ട്. ഒരു പിടുത്തവും കൊടുക്കരുത്. നീ നന്നായിട്ട് അഭിനയിച്ചോളണം. ഇപ്പൊ മാത്രല്ല, അവൾ എപ്പോഴും എന്നെ വിശ്വസിച്ചിട്ടുണ്ട് മുത്തശ്ശി. പിന്നെന്താ? മോളെ, പ്രിയേ, പ്രിയേ, മോളെ പ്രിയേ, പ്രിയേ, വാതിൽ തുറക്ക്. പ്രിയങ്ക. മുത്തശ്ശി, ഞാൻ പോയിട്ട് വരാവേ. പ്രിയേ, ആ പാവയും കൂടെ എടുത്തോണ്ട് പോ. ചേച്ചി, ചേച്ചി വന്നോ? ചേച്ചി വന്നു, ചേച്ചി വന്നു. ചേച്ചി, എനിക്ക് വിശക്കുന്നു. നമുക്ക് ഭക്ഷണം കഴിക്കാം. കഴിക്കാം. അച്ഛാ, വാ വാ, കഴിക്കാം. വീഴല്ലേ, പതുക്കെ അച്ഛനിരിക്കെ. ചേച്ചി എപ്പോഴും വരണം. എനിക്ക് എപ്പോഴും നീ ഭക്ഷണം എടുത്തു തരണം. ചേച്ചിക്ക് എങ്ങനെയാ മോളെ എപ്പോഴും വരാൻ പറ്റുക? ഇനി അടുത്ത നേരം മുതൽ മോള് തനിയെ കഴിക്കണം, കേട്ടല്ലോ? ഞാൻ സമ്മതിക്കില്ല. ചേച്ചി വരാതെ ഞാൻ കഴിക്കില്ല. അങ്ങനെ
പറയാതെ മോളെ. എനിക്ക് എപ്പോഴും ചേച്ചിയെ കാണണം. എനിക്ക് എപ്പോഴും ചേച്ചിയുടെ കൂടെ ഇരിക്കണം. എനിക്ക് എപ്പോഴും ചേച്ചി വാർത്തന്നാ മതി. അങ്ങനെയാണെങ്കിലേ പ്രിയങ്ക രാധികയുടെ ഒപ്പം കണിമംഗലത്ത് പോയി നിൽക്കട്ടെ. അല്ല, പ്രശ്നത്തിനൊരു പരിഹാരമാവുമല്ലോ. അമ്മ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കണ്ട. അതൊന്നും ശരിയാവില്ല. എന്താ ശരിയായാല്? ദിവസം 3 നേരം ഭക്ഷണം കഴിച്ചാ കുറച്ച് നാൾക്കുള്ളിൽ ചിലപ്പോ അവളുടെ അസുഖം മാറിക്കിട്ടും. ഞാൻ അതുകൊണ്ട് പറഞ്ഞതാ. അതിനിവിടെ ആർക്കും താല്പര്യമില്ലല്ലോ. പ്രിയങ്കമോളെ ഈ അവസ്ഥയിൽ കാണുന്നതല്ലേ എല്ലാവർക്കും താല്പര്യം. അമ്മ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് ബഹളം വെക്കണ്ട. ഒരു കാരണവശാലും പ്രിയങ്കമ്മളെ രാധികയുടെ കൂടെ വിടുന്ന പ്രശ്നമല്ല. മോള് കൊടുക്ക്, വയറ് നിറയെ കഴിക്കട്ടെ പാവം. സാർ ആവശ്യപ്പെട്ട മുഴുവൻ തുകയുണ്ട്. കണിമംഗലത്തെ പരമ്പരാഗതമായ ആഭരണങ്ങൾ വിറ്റ് കിട്ടിയ തുകയത് എന്ന് പറഞ്ഞാൽ സത്യമുള്ള കാശ്. സത്യമുള്ള കാശ്. ആ പ്രയോഗം കൊള്ളാം. അപ്പോ ഇതുകൊണ്ട് എന്തെങ്കിലും സൽപ്രവൃത്തി ചെയ്യണ്ടേ? യൂണിഫോം ഇല്ലാത്ത എന്നെ അവൻ ആ വരുണുണ്ടല്ലോ, പെരുവഴിയിൽ വെച്ച് ജനങ്ങളുടെ മുന്നിൽ വെച്ച് എന്നെ തല്ലി. അവൾക്ക് പിന്തുണ കൊടുത്തും കൈയടിച്ചും അവളും കൂടെ ഉണ്ടായിരുന്നു. രാധിക. ഇതിൽ ആരുടെ ജീവനാടോ തനിക്ക് ആദ്യം വേണ്ടത്? രണ്ടും വേണം, പക്ഷെ ഒന്നിച്ചു പാടില്ല. കാരണം എന്താണെന്നറിയോ സാറേ, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ജീവന്റെ ജീവനായിട്ട് ഇഷ്ടമാണ്. ഏതെങ്കിലും ഒരെണ്ണം ചത്ത അടുത്തയാൾ കിടന്ന് നരകിക്കും, കരഞ്ഞും മെഴുകും. നമുക്കത് കാണണ്ടേ സാറേ? ജയിലിൽ ചെന്ന് തന്റെ അച്ഛനെ കണ്ടപ്പോ ആദ്യത്തെ പേര് പറഞ്ഞത് രാധികയുടെയാ. നിങ്ങളുടെ എല്ലാ കണക്കൂട്ടലുകളും തെറ്റിച്ചത് അവളാ. അവളുടെ വരവാ.